നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചുമായി ബി.ജെ.പി. പ്രവർത്തകർ. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്കാണ് പ്രവർത്തകർ ഇപ്പോൾ മാർച്ച് നടത്തുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ സുഗതനെ പോലീസ് വളരെ നാടകീയമായി അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ കാപ്പ കേസുകളിലെല്ലാം പ്രതിയാണ് സുഗതൻ. അപ്പോൾ നാടകീയമായുള്ള അറസ്റ്റാണ് ഉണ്ടായത്. ഇപ്പോൾ ബി.ജെ.പി. പ്രതിഷേധവുമായി എത്തുകയാണ്. വിനേഷ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനേഷ്, ഈ എന്ത് പറഞ്ഞാണ് ഇവരുടെ പ്രതിഷേധം? മാർച്ച് കാപ്പ കേസിൽ പ്രതിയായ ഈ സുഗതനെ വിട്ടുകിട്ടണമെന്നാണോ ഇവരുടെ ആവശ്യം? തീർച്ചയായും. അതായത് കാപ്പ കേസിലെ പ്രതിയായ ആർ സുഗതൻ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരെ ആക്രമിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർമാർ മാർച്ച് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് പോലീസ് മാർച്ച് തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബി.ജെ.പി. നേതാക്കൾ സംസാരിക്കും, നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. കൗൺസിലർമാരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം വലിയ സംഘർഷ സാധ്യത നിലനിന്നിരുന്നു. വട്ടിയൂർക്കാവിൽ ഇതുപോലെ തന്നെ കൗൺസിലർ കൂടിയായ ആർ സുഗതൻ കാപ്പ കേസിലെ പ്രതി കൂടിയാണ്. മറ്റൊരു ക്ഷേത്രത്തിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ രണ്ടുപേരെ ആക്രമിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മറ്റ് കോർപ്പറേഷനിലെ മറ്റുള്ള മീറ്റിങ്ങുകളിലോ ഒന്നും തന്നെ ബോർഡ് യോഗങ്ങളിലോ ഒന്നും തന്നെ ആർ സുഗതൻ പങ്കെടുക്കാറില്ലായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടെന്ന് അറിഞ്ഞാണ് പോലീസ് ഇവിടെ എത്തിയത്. പോലീസ് എത്തിയതോടുകൂടി പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ ബി.ജെ.പി. പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ പ്രതിരോധിക്കാനുള്ള നീക്കം നടത്തി. ആകാശത്തേക്ക് പോലീസ് വെടിവെച്ച ശേഷം ാണ് ഈ ആർ സുഗതനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ആർ സുഗതനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ കൗൺസിലർമാർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ അവിടെ ഈ വട്ടിയൂർക്കാവ് പോലീസിനെതിരെയുള്ള ഫ്ലെക്സ് ബോർഡൊക്കെ അവർ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഈ കേസിൽ രണ്ട് കേസിൽ പ്രതിയാണ്, കാപ്പ കേസിൽ ഉൾപ്പെട്ട ആളാണ്. അപ്പോൾ ഈ പ്രതിയെ പിടികൂടിയതിനെതിരെ പോലീസിന്റെ ഭീകരത അവസാനിപ്പിക്കുക എന്നതാണല്ലോ ഫ്ലെക്സിലുള്ളത്. തീർച്ചയായും പോലീസിനെതിരെ തന്നെയാണ്. കാരണം പോലീസ് മനഃപൂർവ്വം പക വീട്ടുകയാണ്. വിപിൻ എന്ന SHOയ്ക്കെതിരെയാണ് മുദ്രാവാക്യം വിളികളെല്ലാം തന്നെ. പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ സംഭവം നടന്നതിന് ശേഷമെല്ലാം തന്നെ വിപിന് പ്രധാനമായും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി. പ്രകടനം നടത്തുകയും അതുപോലെ പ്രതിഷേധ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളതും. എന്തായാലും സുഗതനെ അറസ്റ്റ് ചെയ്ത് അന്യായമായാണ്. അതുകൊണ്ട് തന്നെ അയാളെ വിട്ടയക്കുക, അയാളുടെ പേരിലുള്ള കേസുകൾ ഒഴിവാക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ കാപ്പ കേസിൽ ഉൾപ്പെടെ പ്രതിയായ സുഗതൻ രണ്ടുപേരെ ആക്രമിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒളിവിലായിരുന്നു. ബോർഡ് യോഗങ്ങളിലും മറ്റും പങ്കെടുക്കാറില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടെന്ന് അറിഞ്ഞാണ് പോലീസ് ഇവിടെ എത്തിയത്. SHO വിപിന്റെ നേതൃത്വത്തിലുള്ള സംഘം, വട്ടിയൂർക്കാവ് SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തുകയും പിടികൂടുകയും ചെയ്യുണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.